ഹായ് ഹോൾ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ട് ചിക്കൻ നഗറ്റ്സിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ചിക്കനും ബ്രെഡും വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഫസ്റ്റ് വേണ്ടത് ഞാൻ 8 പീസ് ബ്രെഡായിട്ട് എടുത്തിട്ടുള്ളൂ. ഞങ്ങൾ 6 പേരാണ്, ഒരാൾ ചെറുതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ 8 പീസ് ബ്രെഡാണ് എനിക്ക് ആവശ്യമുള്ളത്, അത് എടുത്തിട്ടുണ്ട്. എല്ലാ ബ്രെഡിൻ്റെ അരിക് കളഞ്ഞിട്ട് ഇതുപോലെ മിക്സിയിലേക്കൊന്ന് പിച്ചിട്ട് കൊടുക്കാം കേട്ടോ. കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ ആയിട്ടൊന്നും കിട്ടണ്ട, ഒരു മീഡിയത്തിൽ നല്ല പൊടിച്ചെടുത്തിട്ട് ഞാൻ 200 ഗ്രാം ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കനാണ്. അതും കൂടെ ആ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് സോയാ സോസാണ് കേട്ടോ. അതും ഒരു 1.5 ടേബിൾ സ്പൂണോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി ആക്കിയിട്ട് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മൾക്ക് കിട്ടേണ്ടത്. മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്താൽ ഇതുപോലെ കിട്ടും. പിന്നെ നമ്മളിതൊരു പ്ലേറ്റിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. കുറച്ച് കനത്തിൽ പരത്തിയെടുക്കണം. എന്നിട്ട് സൈഡൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നാലേ നമുക്കൊരു ഷേപ്പ് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ഉപയോഗിക്കും ചെയ്യാം, ഈ കട്ട് ചെയ്തത് ഉപയോഗിക്കും ചെയ്യാം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 4 ഇതിലാണ് ഞാൻ ചെയ്തില്ല, 4 ലെയറായിട്ടാണ് ഫസ്റ്റ് ഇതാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടോ, 4 പീസായിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ ഞാനിത് ഫുള്ള് മാറ്റി കളഞ്ഞിരുന്ന ബാക്കിയുള്ള അതും കൂടെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ 24 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഒരു ബ്രെഡും ചിക്കനും വെച്ചിട്ട് 24 പീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആളുകൾക്കനുസരിച്ച് നമുക്കിത് കൂട്ടിക്കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതിൽ പിന്നെ ബ്രെഡിൻ്റെ പൊടിയിൽ മുക്കുക. മുട്ടയിൽ ആദ്യം ഇതാക്കിയിട്ട് ബ്രെഡ് പൊടി ഒന്ന് പൊതിഞ്ഞെടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ അത് ഫുള്ള് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് എണ്ണ ആ സമയം കൊണ്ട് നമുക്ക് ഓയിൽ ചൂടാക്കാൻ വെക്കാം. നന്നായിട്ട് ചൂടായിട്ടുള്ളതിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. വളരെ ശ്രദ്ധിക്കണം, തീ ലോയിൽ എണ്ണ ഇട്ട് വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ബ്രെഡിൻ്റെ പൊടിയല്ലേ മുകളിൽ, ഉള്ളു വേവില്ല, ചിക്കൻ വേവാത്തതാണല്ലോ. അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ച് അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുക. ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ടും തിരിച്ചിട്ടും കൊടുക്കണം. കുറേ പ്രാവശ്യം അങ്ങനെ ചെയ്യണം, എന്നാലേ ഇതിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ ഫുള്ള് അങ്ങനെ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. 2 പ്രാവശ്യമായിട്ട് ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 2ാമത്തെ പ്രാവശ്യമായിട്ട് ഇട്ടിട്ടുള്ളത്. ചട്ടി ഫുള്ളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒന്ന് ചുരുങ്ങും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ കുട്ടികളൊക്കെ സ്കൂളൊക്കെ ഇട്ട് വരുമ്പോഴത്തേന് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കടയിലൊക്കെ വാങ്ങുമ്പോൾ നല്ല വിലയാണ് കേട്ടോ. പിന്നെ അവരെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ നമ്മളെ കുട്ടികൾക്ക് അത്ര വിശ്വസിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. കുട്ടികൾക്ക് നല്ല വലിയവർക്കും ഇഷ്ടമാവും. അപ്പോൾ തക്കാളി കെച്ചപ്പ് ഒക്കെ ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ചേർത്തിട്ട് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബായ്.